ഹായ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ പോവാണ്. ഇവിടുത്തെ മെമ്പറിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ. ചിക്കുനെ കാണിച്ചു തരാം കേട്ടോ. ചിക്കു ചുണ്ടരി ആയിട്ടില്ലേ? ടാറ്റാ പറയും. ഞങ്ങൾ കല്യാണത്തിന് പോവാ പറയും. നമ്പർ റെഡിയായിട്ടുണ്ട്. ഞാനും നമ്പുട്ടനും ശ്രീക്കു അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്ന കല്യാണത്തിന്. വണ്ടി അവിടെ കാക്കുമ്പോൾ ഓട്ടോ കിട്ടിയിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ എന്താവും അറിയില്ല. നമ്മുടെ നമ്പു അവിടെ ഇരിക്കുന്നുണ്ട്, ചീക്കു കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം അമ്മയും ഞാനും നന്ദുട്ടനും സീക്കും കൂടിയിട്ടാണ് കേട്ടോ പോകേണ്ടത്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോയ്ക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓട്ടോ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വഴിയിലേക്ക് പോവാണ് കേട്ടോ. മീനത്തിൽ താലിക്കെട്ട് എന്നുള്ള സിനിമ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു കേട്ടോ. ദിലീപ് ഏട്ടൻ്റെ നല്ല സൂപ്പർ സിനിമയല്ലേ അത്. എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ. അപ്പോൾ മീനത്തിൽ താലിക്കെട്ടിന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ശ്രീക്കു അവൾക്ക് നടക്കാൻ വയ്യ, എടുക്കാൻ പറയാണ് കേട്ടോ. മെയിനായിട്ട് സാരി ഒന്നും കെട്ടി വലിച്ചെടുക്കാത്തത് ശ്രീക്കു കാരണം കേട്ടോ. സാരിയൊക്കെ കൊടുത്ത് ഇവളൊക്കെ എടുത്ത് എങ്ങനെ നടക്കാനോ. അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ പ്രസൻറ്റ് കൊടുക്കാനുള്ള കവറില്ലേ അത് വാങ്ങാൻ മറന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അത് നോക്കി ഇങ്ങനെ പോവുകയാണ്. ആ ഏട്ടൻ പറഞ്ഞു നമുക്ക് നോക്കാം, 2-3 കടയിൽ നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പം ഇങ്ങനെ പോവുകയാണ്. പോയി കുറേ കടയിൽ കയറി കേട്ടോ, അവിടെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്താണെങ്കിൽ ഭയങ്കര വെയിൽ. ഇപ്പം തന്നെ നമുക്ക് മടുപ്പായിട്ടോ, വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ ഈ ഇപ്പുറത്ത് റൈറ്റ് സൈഡിലൊരു കട കണ്ടോ, രുചി പാലസ് എന്ന്, അതിൻ്റെ ആ ഇടവഴി കണ്ടോ, അതിൽ കൂടെ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ പോയി അച്ഛൻ്റെ ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഒരു കട കിട്ടി, ഏട്ടൻ പോയി വാങ്ങിക്കൊണ്ടൊക്കെ വന്നു. അപ്പോൾ ശ്രീക്കുവിന് കുറുക്കുറേ വേണമെന്ന് പറഞ്ഞ് വാശി തുടങ്ങിയിട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ, പുത്തനാൽക്കാവ് ദേവീക്ഷേത്രം. നമ്മുടെ ചെർപ്പളശ്ശേരിയിലെ കാളവേലൊക്കെ നടക്കുന്ന അമ്പലമാണ് കേട്ടോ ഇവിടെ കല്യാണം. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയിട്ട് എന്നിട്ട് മണ്ഡപത്തിലേക്ക് പോകാമെന്ന്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഞാനും അമ്മയും ഓരോന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കാളൻ, എരിശ്ശേരി, പുളിശ്ശേരി എല്ലാം വന്നു. വിളമ്പണത് ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും എല്ലാം ഇങ്ങനെ വന്നു കേട്ടോ. ഞാനും ശ്രീക്കൊക്കെ കണ്ടിരുന്ന് കഴിക്കുകയാണ്. നന്ദൂട്ട അപ്പുറത്തുണ്ട്. അപ്പോൾ അവൾ 2-3 വായ ചോറുണ്ട്. പിന്നെ ആൾ മെയിനായിട്ട് പായസം കുടിക്കാനാണ് വന്നത് കേട്ടോ. പായസം നല്ല തട്ടി. ഭക്ഷണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കല്യാണത്തിന് പോകുമ്പോഴേ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൊരു മടിയായിരുന്നു കേട്ടോ, ആൾക്കാർ നോക്കുമ്പോഴൊക്കെ. ഇപ്പോൾ ഒന്നും ആ ചമ്പലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പോകണം തന്നെ ഭക്ഷണം കഴിക്കാനില്ലേ. അപ്പോൾ നല്ല ആസ്വദിച്ച് കണ്ട് കഴിക്കുക. അപ്പോൾ ആൾക്കാർ നോക്കിയാലും ഇപ്പോൾ എന്താ. അപ്പോൾ അങ്ങനെ നന്ദു ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, പാവം. കുഴപ്പമൊന്നുമില്ല. ഇത് കുടുംബശ്രീക്കാരുടെ സദ്യയാണെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് ഞങ്ങൾ മണ്ഡപത്തിലേക്ക് പോകുന്നതാണ് പെണ്ണും ചെക്കും. അങ്ങനെ ഓട്ടോ കാത്തു നിന്ന് കുറേ നേരം നിന്നിട്ടാട്ടോ ഓട്ടോ കിട്ടി. അങ്ങനെ വീട്ടിൻ്റെ അവിടെ എത്തി. ഭയങ്കര വെയിലാണ്, ആകെ ടയേർഡായിട്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് എത്തി. എന്തൊരു വെയിലാണ്. പക്ഷെ അവിടെ അത്ര തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ വേഗം കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.